CMRLന് വേണ്ടിയാണ് വ്യവസായ മന്ത്രി വാദിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഇന്ന് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. നിയമത്തിൽ ഇളവ് വരുത്താൻ സമ്മർദ്ദം ചെലുത്തി പി രാജീവ് CMRLന് വേണ്ടി വാദിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ മാത്യു കുഴൽനാടൻ പത്രസമ്മേളനത്തിൽ ഇന്ന് പറയുന്നു. 2019 മരവിപ്പിക്കാൻ പറ്റുന്ന ഉത്തരവ് 5 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അത് റദ്ദാക്കിയതിൽ അതിൽ ദുരൂഹതയടക്കമുണ്ട് എന്നും പറയുന്നു. ഒരു ലോബി കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ താല്പര്യം ഇതിൽ എന്തായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. AK ആന്റണി തുടർ നടപടി AK ആന്റണിയുടെ കാലഘട്ടത്തിൽ അത് മരവിപ്പിച്ചിരുന്നു എന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. ഖനന നിയമത്തിൽ ഇളവ് വേണമെന്ന കേന്ദ്രത്തിന് മുന്നിൽ ഒരു ലോബി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ PV എന്നുള്ളത് പിണറായി വിജയൻ എന്ന് തന്നെയാണ് എന്നുള്ള വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ പരാമർശത്തിലൂടെ. മുഖ്യമന്ത്രിക്ക് ഈ കരാറുമായി ബന്ധപ്പെട്ട എന്ത് താല്പര്യമാണ് ഉണ്ടായിരുന്നതെന്നും ചോദിക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ. ഏറ്റെടുക്കാവുന്ന സ്ഥലവും ലീസും ഏറ്റെടുത്തിട്ടില്ലായിരുന്നു എന്നും ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നുവെന്നും മാത്യു കുഴൽനാടൻ ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറയുകയുണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CMRLുമായി ബന്ധപ്പെട്ടുള്ള ഈ കരിമണലുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി വിവാദങ്ങളിൽ പ്രധാനപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് മാത്യു കുഴൽനാടനിൻ്റെ ഭാഗത്തു നിന്നും കൊണ്ടുവന്നത്. ഇന്നും അതേപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മാത്യു കുഴൽനാടൻ. സെയ്ഫിലേക്ക് പോവുകയാണ്. സെയ്ഫ്, ഇന്നും മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. മാത്രമല്ല മന്ത്രി പി രാജീവ് CMRLനു വേണ്ടി വാദിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുമുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ? ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 വർഷം ഉത്തരവ് എന്തുകൊണ്ട് വൈകിപ്പിച്ചു എന്ന ചോദ്യം. അതിന് മാത്യു ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാർ 2019 കേന്ദ്ര നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ധാതുക്കളുടെ ഖനനം, കരിമണൽ അടക്കമുള്ള അറ്റോമിക് ധാതുക്കളുടെ ഖനനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ചത്. അത് 2019 തീരുമാനമെടുത്തത്. 2023 ഡിസംബർ 18 സംസ്ഥാന സർക്കാർ CMRLിലെ ഖനനാനുമതി റദ്ദു ചെയ്യുന്നുള്ള ഉത്തരവ് പുറത്തിറക്കുന്നത്. 5 വർഷക്കാലം ഉണ്ടായിരുന്നു. ഈ 5 വർഷക്കാലം എന്തുകൊണ്ട് സർക്കാർ നീട്ടി എന്ന ചോദ്യം ഉയർന്നു വരുന്നു. അതിന് രാഷ്ട്രീയ ആരോപണമായി മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വലിയൊരു ലോബി ഇപ്പോൾ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ ഖനനം അത് സ്വകാര്യ മേഖലയിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ലോബിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു സമ്മർദ്ദമായിട്ട് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്ര സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കൂടി ഇതിന്റെ ഖനനാനുമതി നൽകും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഇത് നീട്ടിക്കൊണ്ടുപോയത് എന്ന രാഷ്ട്രീയ ആരോപണമാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ വിഷയമാക്കി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് നീക്കം നടക്കുന്നത്. ഇന്നലെ പി രാജീവ് പറഞ്ഞ വാദങ്ങളെയും മാത്യു കുഴൽനാടൻ ഖണ്ഡിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ആ ഭൂമി പ്രത്യേക നോട്ടീസിലൂടെ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പരാമർശം സുപ്രീം കോടതി ഉത്തരവിലുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് ആദ്യമായിട്ടാണ് അങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ലഭിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്തില്ല? രാജീവ് വാദിക്കുന്നത് CMRLന് വേണ്ടിയാണ് എന്ന ആരോപണം കൂടി മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും നാളെ നിയമസഭാ സമ്മേളനം നാളെ കൂടിയുണ്ട്. നാളെ കൂടി കഴിഞ്ഞാൽ അത് നിയമസഭയ്ക്ക് പുറത്ത് വലിയ വിഷയമാക്കി ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ശരി.